മെൻസുറേഷൻ ജോമെട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മെൻസുറേഷൻ. തന്നിരിക്കുന്ന ഗ്രാഫിക്കൽ ഫിഗേഴ്സിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വോളിയം എത്രയാണ് എന്നുള്ളതെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും അതിൻ്റെ ഫോർമുലാസ് പഠിക്കാനായിട്ടും നമുക്ക് ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെൻസുറേഷൻ ക്ലാസ് 8ലെ ഈ ഒരു ചാപ്റ്റർ. So welcome everyone to Manorama Horizon's free YouTube classes, and today we will be looking at this topic, that is mensuration. എന്താണ് മെൻസുറേഷൻ എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് വിച്ച് മെയിൻലി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ജോമെട്രിക്കൽ ഷേപ്സ് അലോങ് വിത്ത് ദെയർ ഏരിയ, ലെങ്ത്, വോളിയം, പെരിമീറ്റർ, അല്ലേ? ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. സോ ഏരിയ നമ്മൾ പഠിക്കുന്നുണ്ട്, വോളിയം, പെരിമീറ്റർ. അപ്പോൾ ഇതെല്ലാം നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഫോർമുലാസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ നോക്കും. സോ ദാറ്റ് ഈസ് മെൻസുറേഷൻ. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ പോളിഗൺ. ഒരു പോളിഗൺ തന്നിട്ട്, ഒരു പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്ത് ക്ലോസ്ഡ് ഫിഗറിനെ നമുക്ക് പോളിഗൺ എന്ന് വിളിക്കാം, അല്ലേ? ഇപ്പോൾ അത് ട്രയാങ്കിൾ മാത്രമല്ല. ഫോർ എക്സാമ്പിൾ ഇറ്റ് ക്യാൻ ബി എ സ്ക്വയർ, ഇറ്റ് ക്യാൻ ബി എ പെൻറ്റഗൺ, ഇറ്റ് ക്യാൻ ബി എ ഹെക്സഗൺ, അല്ലേ? അപ്പോൾ എത്ര സൈഡുള്ള ക്ലോസ്ഡ് ഫിഗേഴ്സിനെയും നമുക്കൊരു പോളിഗൺ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു ഓരോ പോളിഗണിൻ്റെയും ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ട്രയാങ്കിളിന് പ്രത്യേകിച്ച് നമുക്ക് പ്രത്യേകിച്ചൊരു രീതിയിൽ നമ്മൾ അതിനെ നോക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ക്യാൻ ബി ഈസിലി ഫൗണ്ട് ഔട്ട്, അല്ലേ? നിങ്ങൾക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ അറിയാം, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് എന്നുള്ളത് അറിയാം. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടും. ഇനി ഇതിൻ്റെ ഈ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ കാര്യത്തിൽ 4 സൈഡുള്ളപ്പോൾ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതൊരു ട്രയാങ്കിൾ, 2 ട്രയാങ്കിളായി മാറി. സെപ്പറേറ്റ് ആയിട്ട് 2 ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? അവിടുത്തെ ഏരിയ ആയി. ഇനി പെൻറ്റഗണിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, അങ്ങനെ 3 ട്രയാങ്കിൾസ് ആക്കി. അങ്ങനെ 3 ട്രയാങ്കിൾസ് ആക്കിയാൽ അവിടുത്തെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഹെക്സഗണിൻ്റെ കാര്യത്തിൽ 1, 2, 3, സോ ടോട്ടൽ 4 ട്രയാങ്കിൾസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ 4 ട്രയാങ്കിൾസിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എന്താണ് ടോട്ടൽ ഹെക്സഗണിൻ്റെ ഏരിയ നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഡിവൈഡ് ദ പോളിഗൺ ഇൻറ്റു പോസിബിൾ നമ്പേഴ്സ് ഓഫ് ഫിഗേഴ്സ് ലൈക്ക് ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, ട്രപ്പീസിയം. നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആഡ് ദ ഏരിയ ഓഫ് ഓൾ ദ സ്പ്ലിറ്റ് ഫിഗേഴ്സ് ആൻഡ് വി വിൽ ഗെറ്റ് ദ ഏരിയ ഓഫ് ദ റിക്വയർഡ് പോളിഗൺ. അതിൻ്റെ എല്ലാത്തിൻ്റെയും ചെറിയ ചെറിയ ഏരിയാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫിഗറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഫിഗറിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 3 ഫിഗറുകൾ കാണാം. ദിസ് ഇസ് എ ഹെക്സഗൺ, അല്ലേ? ഈ ഒരു ഹെക്സഗണിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ആദ്യത്തെ രീതിയിൽ അവർ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 2 ട്രപ്പീസിയമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലേ? ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻറ്റു 2 ട്രപ്പീസിയം. ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഏരിയ ആയി. ഇനി അതേ ഹെക്സഗണിനെ തന്നെ 2 ട്രയാങ്കിൾസും അതുപോലെ നടുക്ക് ഒരു റെക്ടാങ്കിളുമായിട്ട് ഡിവൈഡ് ചെയ്താലും 3 ഏരിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഏരിയ തന്നെ ഇവിടെ കിട്ടി. ഓക്കെ, ഇനി ഇതേ ഹെക്സഗണിന് തന്നെ 1 റെക്ടാങ്കിൾ, 2 റെക്ടാങ്കിൾ, 3 റെക്ടാങ്കിൾ, 1 ട്രയാങ്കിൾ, 2 ട്രയാങ്കിൾ, 3 ട്രയാങ്കിൾ, നടുക്കൊരു വലിയ ട്രയാങ്കിൾ, അങ്ങനെ 4 ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്താലും അവിടെ എന്ത് കണ്ടുപിടിക്കാം? അവിടുത്തെ ഹെക്സഗണിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും നമുക്കവിടെ ഏരിയാസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിനൊരു പ്രത്യേക ഇന്ന രീതി മാത്രമേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ എന്നുള്ളൊരു നിർബന്ധമൊന്നുമില്ല. ഇറ്റ് ക്യാൻ ബി എനി വേ. ആദ്യത്തെ വേ ആവാം, രണ്ടാമത്തെയും മൂന്നാമത്തെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഏരിയ ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ? ഓക്കെ, സോ നൗ ടോക്കിംഗ് അബൌട്ട് ഒരു ക്യൂബിനെ പറ്റി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ എന്താണ് ക്യൂബ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ 3-dimensional ബോക്സ് ആണ്, അല്ലേ? നിങ്ങൾക്കറിയാം ഒരു ക്യൂബ് എന്ന് പറയുന്നത് ഒരു 3-dimensional ബോക്സ് ആണ്. ഇവിടെ ഫിഗർ ഉണ്ട്. ആ ബോക്സ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്യൂബ് വരയ്ക്കും. നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ട് നിങ്ങൾ വരച്ച് ശീലിച്ചതാണ് ക്യൂബ്. ഇറ്റ് ഹാസ് 6 സ്ക്വയർഡ് ഷേപ്പ് ഈക്വൽ ഫേസസ് ആൻഡ് ഇറ്റ് ഹാസ് 6 ഫേസസ്, 8 വെർട്ടിസസ് ആൻഡ് 12 എഡ്ജസ്. ഈ ഓരോന്നിനെയും, അതായത് ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ ഒരു സ്ക്വയറിനെ എന്തെന്ന് വിളിക്കാം? അതിൻ്റെ ഫേസ് ആണെന്ന് വിളിക്കാം. ഇതിനെന്തെന്ന് വിളിക്കാം? ഇതിൻ്റെ ഫേസ് ആണെന്ന് വിളിക്കാം. ഇനി ആ ഫേസ് എത്ര ഉണ്ട്? അതേപോലെ 6 ഫേസസ് ഉണ്ട്. ദർ ആർ ടോട്ടൽ 6 ഫേസസ്, അല്ലേ? 6 ഫേസസ് ഉണ്ട്. ഇനി എത്ര വെർട്ടിസസ് ഉണ്ട്? വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഈ ഒരു കൗണ്ട് എടുത്താൽ മതി. 1, 2, 3, 4, 5, 6, 7, 8, അങ്ങനെ ടോട്ടൽ 8 വെർട്ടിസസ് ഉണ്ട് ഏതിന്? ഈ ഒരു ക്യൂബിന്. ഇനി 12 എഡ്ജസ് ഉണ്ട്. എന്താണ് എഡ്ജസ് എന്ന് പറയുന്നത്? ഓരോ ലൈൻസ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, അങ്ങനെ 12 ലൈൻസ് ചേരുന്നതാണ് ഈ ഒരു ക്യൂബ്. അങ്ങനെ അതിനെ 12 എഡ്ജസ് എന്ന് വിളിക്കാം. All the faces of the cube are square in shape and have equal dimensions. എല്ലാ ഫേസസും എന്താണ്? ഒരു സ്ക്വയർ ആണ്, അല്ലേ? 6 സ്ക്വയറുകൾ ചേർത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഫേസസും ഈ ഒരു സ്ക്വയർ രൂപത്തിൽ തന്നെയാണ്. അതിനെല്ലാം ഒരേ ഏരിയ തന്നെ ആയിരിക്കും, ഒരേ നീളവും ഒരേ എഡ്ജും ഒരേ ഫേസും ഒരേ ഏരിയയും തന്നെയായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ക്ലിയർ? ഇനി ഇതിൻ്റെ ലെങ്ത്, അതുപോലെ ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഈ 3 കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 3 കാര്യങ്ങളും ഒരു ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം ഈ 3ഉം സെയിം ആണ്. കാരണം ഇതൊരു സ്ക്വയർ ആയതുകൊണ്ട്. അപ്പോൾ ഇത് ലെങ്തിന് എ എന്നും ബ്രെഡ്ത്തിന് എ എന്നും ഹൈറ്റിന് എ എന്നും എല്ലാം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. എല്ലാം എന്ത് തന്നെയാണ്? എ തന്നെയാണ്. കാരണം ഒരൊറ്റ വാല്യൂ തന്നെയാണ്. ക്ലിയർ?
അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ സർഫസ് ഏരിയ ആൻഡ് വോളിയം ഓഫ് എ ക്യൂബ്? ആദ്യം നമുക്ക് സർഫസ് ഏരിയയും വോളിയം നോക്കുമ്പോൾ ഈ ഒരു 3D ക്യൂബിനെ നമ്മളിപ്പോൾ ഇതാണ് എ ആണെങ്കിൽ ഇതിൻ്റെ ഒരു 6 ഫേസസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു ഫേസിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? എ ഇൻറ്റു എ സ്ക്വയർ. അതുപോലെ ഇവിടെ എന്താണ്? എ സ്ക്വയർ, എ സ്ക്വയർ, എ സ്ക്വയർ, എ സ്ക്വയർ, എ സ്ക്വയർ. അങ്ങനെ 6 ഫേസസിൻ്റെയും ഏരിയ ഞാൻ കണ്ടുപിടിച്ചു. 6a സ്ക്വയർ എന്ന് കിട്ടും. സോ വാട്ട് ഇസ് ദ ടോട്ടൽ സർഫസ് ഏരിയ TSA? ഒരു ക്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6a സ്ക്വയർ ആണ്. ആണല്ലോ, മനസ്സിലായോ? സോ വാട്ട് ഇസ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ്? ഇറ്റ് ഈസ് 6a സ്ക്വയർ. ഇനി ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഒന്നും കൂടെ ഉണ്ട്. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടോപ്പും അതുപോലെ തന്നെ ബോട്ടവും കൂട്ടത്തില്ല. ഈ 2 ഗ്രീൻ കളർ ലെയേഴ്സ് നമ്മൾ ആഡ് ചെയ്യത്തില്ല. ഇതും നമ്മൾ എടുക്കത്തില്ല. വി ഓൺലി വിൽ ടേക്ക് ദി 4 വാൾസ്. ഈ സൈഡിലുള്ള 4 മാത്രമേ എടുക്കത്തുള്ളൂ. ഈ ബ്ലൂ കളർ 1 2 3 4. അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ 4 ഉള്ളൂ. സോ ഇറ്റ് ഈസ് 4a സ്ക്വയർ. So what is the total surface area of a cube? TSA 6a square. What is the lateral surface area of a cube? It is 4 times a square. So 4a square. Clear? ഇത് രണ്ടും ഓർത്ത് വെച്ചിരിക്കുക. ഇനി ക്യൂബിൻ്റെ തന്നെ വോളിയം പറയുമ്പോൾ വാട്ട് ഇസ് ദ വോളിയം ഓഫ് ദ ക്യൂബ്? ക്യൂബിൻ്റെ വോളിയം പറഞ്ഞില്ലല്ലോ. അപ്പോൾ എപ്പോഴും ഒരു ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് അവിടുത്തെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് a ഇൻറ്റു a ഇൻറ്റു a. So what is 3 times a multiplied by, you will be getting a raised to 3. So what is the volume of a cube? Volume of a cube is nothing but a cube. Volume of a cube എന്താണ്? a cube ആണ്. ക്ലിയർ? ഇനി ക്യൂബോയിഡിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ ക്യൂബോയിഡിൻ്റെ കാര്യത്തിൽ എന്താണ്? ഈ ക്യൂബോയിഡ് ഇസ് എ 3-dimensional solid with 6 rectangular faces. സ്ക്വയർ ഫേസ് അല്ല. ക്യൂബിൻ്റെ കാര്യത്തിൽ സ്ക്വയർ ആണ്, പക്ഷേ ക്യൂബോയിഡിൻ്റെ കാര്യത്തിൽ അതെന്താണ്? റെക്ടാങ്കിൾ ആണ്. ഇറ്റ് ഹാസ് 8 vertices, 12 edges. Opposite faces of cuboids are always equal. അപ്പോൾ ഇതാണ് ഒരു ക്യൂബോയിഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇതിന് ലെങ്ത് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. ഈ ലെങ്തും വിഡ്ത്തും ഹൈറ്റും വേറെ വേറെ ആവാം, ചിലപ്പോൾ സെയിം ആവാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഇനി ഇവിടെയും എത്ര ഫേസസ് ഉണ്ട്? 6 ഫേസസ്. ഫ്രണ്ടിൽ കാണുന്ന ഒന്ന്, പിന്നീട് ബാക്കിൽ ഒരെണ്ണം ഉണ്ട്, നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. സോ അത് 2 പിന്നീട് 2 സൈഡിലുള്ള 2 4 ടോട്ടൽ, പിന്നീട് മുകളിലും താഴെയുള്ളത്, അങ്ങനെ ടോട്ടൽ 2 6 ഫേസസ് ഉണ്ട്. ഈ 6 ഫേസസ് എത്ര വെർട്ടിസസ് ഉണ്ട്? 1 2 3 4, പിന്നീട് ഇവിടെ 5, പിന്നീട് ഇവിടെ 6 7 പിന്നെ 8, അങ്ങനെ ടോട്ടൽ 8 വെർട്ടിസസും ഇതിനുണ്ട്. ഈ ഒരു ക്യൂബോയിഡിനും ഉണ്ട്. ഓക്കെ, 12 എഡ്ജസും എണ്ണി നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 11 12, അങ്ങനെ 12 എഡ്ജസും ഏതിനുണ്ട്? ഈ ഒരു ക്യൂബോയിഡിനുണ്ട്. അപ്പോൾ ക്യൂബിനും എഡ്ജസിൻ്റെ കാര്യത്തിലും ഫേസസിൻ്റെ കാര്യത്തിലും വെർട്ടിസസിൻ്റെ കാര്യത്തിലും വ്യത്യാസമൊന്നുമില്ല. ഇറ്റ് ഈസ് ഓൾ ദ സെയിം. ഓക്കെ, ആകെ വ്യത്യാസം വരുന്നത് ലെങ്തും ബ്രെഡ്ത്തും അതുപോലെ ലെങ്ത് വിഡ്ത്ത് ഹൈറ്റ് ഇത് സെയിം ആവാതിരിക്കാം. സെയിം ആകാം എന്നും ഉണ്ട്, സെയിം ആകാതിരിക്കാം എന്നുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ കൺവെൻഷനിൽ എടുക്കുന്നത് ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റ് ഇവിടെ എന്തല്ല, സെയിം അല്ല എന്നുള്ളൊരു നോഷനാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ ഏരിയയും അതുപോലെ തന്നെ സർഫസ് ഏരിയയും അതുപോലെ തന്നെ വോളിയവും നമുക്ക് എന്താണെന്ന് നോക്കാം. സോ വാട്ട് ഇസ് ദ സർഫസ് ഏരിയ ആൻഡ് വോളിയം ഓഫ് എ ക്യൂബോയിഡ്? ഒരു ക്യൂബോയിഡിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് ക്യൂബോയിഡ്. ലെങ്തിന് L എന്നും ബ്രെഡ്ത്തിന് B എന്നും ഹൈറ്റിന് H എന്നും കൊടുത്തു കഴിഞ്ഞാൽ സർഫസ് ഏരിയ 2 ഉണ്ട്. ടോട്ടൽ സർഫസ് ഏരിയയും ഉണ്ട്, അതുപോലെ ലാറ്ററൽ സർഫസ് ഏരിയ ഉണ്ട്, ക്യൂബിനുണ്ടായിരുന്നത് പോലെ തന്നെ. നമ്മൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എല്ലാ ഫേസസും ഉണ്ട്. അപ്പോൾ ഓരോ ഫേസ്, ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ഇവിടെ ഈ കാണുന്ന ഫ്രണ്ടിലാണ്, അത് LB ആണ്. ആ LB തന്നെ ബാക്കിലുണ്ട് അല്ലേ? കാരണം LB എന്ന് പറയാനുള്ള കാരണം, LB എന്ന് പറയുന്നത് താഴത്തെ ഫേസാണ്. താഴത്തെ ഫേസിൻ്റെ ഏരിയ LB ആണ്. ആ LBയുടെ അതേ ഏരിയ മുകളിലത്തെ ഫേസിനുണ്ടാവുമല്ലോ, അതെ. അപ്പോൾ അവിടെ എത്ര LB? 2 LB. അടുത്ത സൈഡിലുള്ളത് ബേസും ഹൈറ്റും ആണ്, അപ്പോൾ 2BH, കാരണം 2 സൈഡുണ്ട്. അടുത്തത് ഫ്രണ്ടിലും ബാക്കിലുള്ളത് LH ആണ്, അപ്പോൾ അത് ഫ്രണ്ടിലുള്ള ബാക്കിലുള്ളതിന് 2LH. അപ്പോൾ 2 എല്ലാത്തിലും കോമൺ ആണ്. സോ നമുക്ക് എന്ത് ചെയ്താൽ 2 × LB + LH + BH, ഇതെന്ത് കിട്ടും? വി വിൽ ബി ഗെറ്റിംഗ് ദ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ്. ഇനി ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്തില്ല, മുകളിലത്തതും അതുപോലെ തന്നെ താഴത്തതും ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, സൈഡിലുള്ള 2 മാത്രം എടുത്താൽ മതി. അതായത് 2BH ഉം 2LH ഉം. അപ്പോൾ അതിൽ 2BH + 2LH, അതിൽ H കോമൺ ഉണ്ട്, 2 കോമൺ ഉണ്ട്, 2H × L + B. സോ എന്താണ് ലാറ്ററൽ സർഫസ് ഏരിയ? 2 × ഹൈറ്റ് ഇൻറ്റു ലെങ്ത് + ബ്രെഡ്ത്ത് ആണ് നമ്മുടെ ലാറ്ററൽ സർഫസ് ഏരിയ. ഇനി വരുന്നത് വോളിയമാണ്. വോളിയം എന്ത് തന്നെയാണ്? ഒരു ക്യൂബിൻ്റെ വോളിയം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, A × A എന്ന് പറയുന്നത് പോലെ തന്നെ ക്യൂബോയിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ? സോ ഇറ്റ് ഈസ് വോളിയം ഓഫ് എ ക്യൂബോയിഡ് ഈസ് ലെങ്ത് ടൈംസ് ബ്രെഡ്ത്ത് ടൈംസ് ഹൈറ്റ്. 3 മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്ത് കിട്ടുന്നു? വോളിയം കിട്ടുന്നു. ക്ലിയർ? ഇനി
സിലിണ്ടറിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ സിലിണ്ടറിൻ്റെ കാര്യം എന്ന് പറയുന്നത് സിലിണ്ടർ ഇസ് എ 3-dimensional ഒബ്ജക്ട് വിത്ത് 2 സർക്കുലർ ബേസസ് പാരലൽ ടു ഈച്ച് അതർ. അല്ലേ, മുകളിലും താഴെയും 2 സർക്കിൾസ് ചേരുന്നതാണ് ഒരു സിലിണ്ടർ എന്ന് പറയുന്നത്. ആൻഡ് സിലിണ്ടർ ഈസ് കർവ്ഡ് സർഫസ് വിത്ത് എന്താണ് 2 സർക്കുലർ ബേസസ്. അപ്പോൾ ഈ ഭാഗം എന്താണ് ഒരു കർവ്ഡ് സർഫസും അതുപോലെ മുകളിലും താഴെ എന്ത് കാണുന്നുണ്ട് 2 സർക്കിൾസും കാണുന്നുണ്ട്. ഇനി ഈ സർക്കിൾസിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഈ ഡിസ്റ്റൻസ് റേഡിയസും ഇനി ഈ സർക്കിൾ തൊട്ട് ഈ സർക്കിൾ വരെയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റുമാണ്. അപ്പോൾ ഒരു സിലിണ്ടർ ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളൊരു പേപ്പർ അതാ ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് പേപ്പർ ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങോട്ട് റോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ബി ഗെറ്റിംഗ് എ സിലിണ്ടർ ലൈക്ക് ദിസ് അല്ലേ, ഇങ്ങനെ ഒരു സിലിണ്ടർ കിട്ടും. ഇനി അത് ഇങ്ങനെയാണ് റോൾ ചെയ്യുന്നതെങ്കിലോ മുകളിലോട്ടാണ്, യു വിൽ ബി ഗെറ്റിംഗ് എ സിലിണ്ടർ ലൈക്ക് ദിസ്. ഒരു പൈപ്പ് ഫോമിൽ നിങ്ങൾക്ക് ഒരു സിലിണ്ടർ കിട്ടും. അപ്പോൾ ഈ സിലിണ്ടർ എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കിൾ ഷീറ്റ് ഓഫ് പേപ്പറിൽ നിന്ന് വരുന്ന ഒരു സാധനം തന്നെയാണ് സിലിണ്ടറും. അതിന് 2 സർക്കുലർ ഫേസസ്, ഇത് സർക്കുലർ ഫേസസും ഇതെന്താണ്, ഇത് അതിൻ്റെ സിലിണ്ട്രിക്കൽ ഫേസുമാണ്. സർക്കുലർ ഫേസസും പിന്നീട് ഒരു സിലിണ്ട്രിക്കൽ ഫേസും ചേരുന്നതാണ് ഒരു സിലിണ്ടർ എന്ന് പറയുന്നത്. സർക്കുലർ ഫേസിൻ്റെ എന്താണ് ഈ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് റേഡിയസ്, ഈ റേഡിയസിൽ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടുത്തെ ഹൈറ്റും ആയിരിക്കും. ക്ലിയർ? യെസ്. ഇനി ഇതിൻ്റെ സർഫസ് ഏരിയയും വോളിയം എത്രയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് റേഡിയസും ഇത് ഹൈറ്റുമാണെങ്കിൽ സിലിണ്ടറിന് 2 ടൈപ്പ് ഏരിയ ഉണ്ട്. ഒന്ന് കേർവ്ഡ് സർഫസ് ഏരിയ. കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr/h ആണ്. വാട്ട് ഈസ് എ കേർവ്ഡ് സർഫസ് ഏരിയ? 2πr/h. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് കേർവ്ഡ് സർഫസ് ഏരിയ 2πr/hൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നു? മുകളിലത്തെ താഴത്തെ ഏരിയ, അതായത് πr², 2πr² ആഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ 2πr കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? വി വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് h+r. So what is the total surface area? 2πr into h+r. What is the curved surface area? 2πr/h. ഈ curved surface area എങ്ങനെ 2πr/h ആയി? താഴെ ഒരു സർക്കിൾ ആണല്ലോ, സർക്കിളിൻ്റെ പെരിമീറ്റർ എന്താണ്? വി നോ ദാറ്റ് ഇറ്റ് ഈസ് പൈ ടൈംസ് 2πr അല്ലേ. ടോട്ടൽ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്. അപ്പോൾ സർക്കിളിൻ്റെ പെരിമീറ്റർ 2πr-ഉം ഇതിൻ്റെ ഹൈറ്റ് h-ഉം ആണ്. സോ വാട്ട് ഈസ് ദ ഏരിയ? ഈ 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 2πr/h. അങ്ങനെയാണ് കർവ്ഡ് സർഫസ് ഏരിയ 2πr/h ആയത്. ഇനി ടോട്ടൽ സർഫസ് ഏരിയ കിട്ടാനായിട്ട് മുകളിലൊരു സർക്കിളിൻ്റെ ഏരിയ πr², താഴെ വേറൊരു സർക്കിൾ അതും πr², 2 πr² ഉണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നു, എന്നിട്ട് 2πr കോമൺ എടുക്കുന്നു, h+r അകത്ത് വരുന്നു. ഇനി വോളിയം എന്താണ്? വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ സിലിണ്ടർ? വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. എന്താണ്? ബേസ് ഏരിയയും ഹൈറ്റും മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് വോളിയം ഓഫ് എ സിലിണ്ടർ. ഇനി ബേസ് ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം താഴെ ഒരു πr² ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് h തന്നെയാണ്. സോ വാട്ട് ഈസ് ദ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്? πr²ഉം ഹൈറ്റ് h-ഉം. സോ വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ സിലിണ്ടർ? πr²h. വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ സിലിണ്ടർ? πr²h. ക്ലിയർ? സോ ദിസ് ഗീവ്സ് us ദ വോളിയം ഓഫ് എ സിലിണ്ടർ. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ 2πr/h ഓർത്ത് വയ്ക്കുക. ടോട്ടൽ സർഫസ് ഏരിയ 2πr into h+r. ഇനി വോളിയം ഓഫ് എ സിലിണ്ടർ πr²h. ക്ലിയർ? ഇനി വോളിയം ആൻഡ് കപ്പാസിറ്റിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൺവേർഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 ml എന്ന് പറയുന്നത് 1 cm³ ആണ്. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 cm³ ആണ്. 1 m³ എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണ്. 1 m³ എന്ന് പറയുന്നത് 1 മീറ്റർ വെച്ചുണ്ടാക്കുന്ന ഒരു ക്യൂബ്, 1 മീറ്റർ ഹൈറ്റും 1 മീറ്റർ വിഡ്ത്തും വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ ആ ടാങ്കിനകത്ത് കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1000 ലിറ്റേഴ്സ്. ആ ടാങ്കിനകത്ത് 1000 ലിറ്റർ വാട്ടർ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ 1000 ലിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1000 into 1000 cm³. അപ്പോൾ എത്ര സീറോസ്? 6 സീറോസ് ഇവിടെ ഉണ്ട്. ദാറ്റ് ഈസ് 10 lakh cm³. അപ്പോൾ ഈ കൺവേർഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 ml എന്ന് പറയുന്നത് 1 cm³. അതാണ് 1 സെൻറ്റിമീറ്റർ വെച്ച് ഉണ്ടാക്കുന്ന ഒരു ചെറിയ ക്യൂബിനകത്ത് അടങ്ങുന്ന വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെ വോളിയം എന്താണ്? 1 ml ആയിരിക്കും. ക്ലിയർ? സോ 1 ലിറ്റർ 1000 cm³ ആണ്. 1 m³ മറക്കരുത്, 1000 ലിറ്റർ ആണ്. ക്ലിയർ? ഈ കൺവേർഷൻസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഗിവൺ ഒക്ടഗൺ. ഈ ഒരു ഒക്ടഗണിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് അവർ തന്നിട്ടുള്ളത് ഈ 2 cm, ഇത് 10 cm, ഇത് 3 cm. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് നോക്കിയേ, ഇതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഈ ഒരു പാർട്ട്, പിന്നീട് ഈ താഴെ ഒരു അപ്പോൾ 2 ട്രപ്പീസിയം, അതായത് എയും സിയും എന്ന് പറയുന്ന 2 ട്രപ്പീസിയംസ് ആണ് അല്ലേ. പാർട്ട് എ ആൻഡ് സി എന്ന് പറയുന്നത് 2 ട്രപ്പീസിയംസ് ആണ്. നടുക്ക് കാണുന്ന പാർട്ട് ബി ആരാണ്? ഒരു റെക്റ്റാങ്കിൾ ആണ്. ഇറ്റ് ഇസ് എ റെക്റ്റാങ്കിൾ. ഇനി ഏരിയ ഓഫ് എയും സിയും ട്രപ്പീസിയം ആയതുകൊണ്ട് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ്. പാരലൽ സൈഡ്സ് ഏതൊക്കെയാണ്? ഇതും ഇതും. നമുക്കറിയാം ഇവിടെ ഇത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ഇത് 10 cm ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ദിസ് ഇസ് ഹൗ മച്ച്? 10 cm. ഇനി ഇവിടുത്തെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇത് 3 cm ആയതുകൊണ്ട്, ഒക്ടഗൺ ആയതുകൊണ്ട് ഇതും എന്ത് തന്നെയാണ്? ഇതും 3 തന്നെയാണ്. സോ ദിസ് ഇസ് 3, ദിസ് ഇസ് 10. അപ്പോൾ നമുക്ക് ഹാഫ് ഇൻറ്റു ഹൈറ്റ് എത്രയാണ്?
ഇതിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇവിടെ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ. സോ ഹാഫ് ഇൻറ്റു ഹൈറ്റിന് പകരം 2, a + bക്ക് പകരം 10 + 3. സോ ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 13 അത് എത്രയാണ് 13 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെയും 13 ഇവിടെയും 13. സോ ദീസ് ബോത്ത് ആർ 13 സെൻറ്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ? ദീസ് ബോത്ത് ആർ 13 സെൻറ്റിമീറ്റർ സ്ക്വയർ. നടുക്കിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിളുടെ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, അതായത് 10ഉം 3ഉം ഉണ്ട്. സോ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കിൾ? ദാറ്റ് ഈസ് 10 × 3 30 സെൻറ്റിമീറ്റർ സ്ക്വയർ. വാട്ട് ഈസ് ഏരിയ? 30 സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ ടോട്ടൽ ഒക്ടഗണിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ പാർട്ട് എയും പാർട്ട് ബിയും പാർട്ട് സിയും ആഡ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് 13 + 13 പിന്നീട് +30. So what is the total area? It will be 56 centimeter square. So what is the total area of this octagon? It will be nothing but 56 centimeter square. Okay? So ഈ രീതിയിൽ നമ്മളിവിടെ എന്ത് ചെയ്തു? ഒക്ടഗണിനെ ഒരു ട്രപ്പീസിയം, വീണ്ടും ഒരു ട്രപ്പീസിയം, ഒരു റെക്ടാങ്കിൾ, രണ്ട് ട്രപ്പീസിയവും ഒരു റെക്ടാങ്കിൾ ആക്കി ഡിവൈഡ് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, സോ അടുത്ത ചോദ്യം ഇവിടെ ഇതാണ്. There are 2 cuboidal boxes as shown in the adjoining figure. Which box requires a lesser amount of material to make? അപ്പോൾ ഇതിനകത്ത് 2 cuboidal box കാണാം. ഒന്നിനകത്ത് 60, 40, 50 ആണ് അതിൻ്റെ ഡയമെൻഷൻസ്, വേറൊന്നിനകത്ത് 50, 50, 50 ആണ്. ഒന്ന് ക്യൂബോയിഡും ഒന്ന് ക്യൂബുമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കുറവ് മെറ്റീരിയൽ ഏതാണ് വേണ്ടത്? അപ്പോൾ ആദ്യം നമുക്ക് എന്ത് നോക്കാം? ആദ്യം ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ് നോക്കാം അല്ലേ? ആദ്യത്തെ ഈ ക്യൂബോയിഡിൻ്റെ നോക്കാം. ക്യൂബോയിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2 × LB + LH + BH. സോ അതെത്രയാണ്? 2 × 60 × 40 + 40 × 50 + 60 × 50. So that will be 2 × 2400 + 2000 + 3000. So 2400 + 2000 എത്ര? ഇത് 5000 പ്ലസ് ദിസ് എന്ന് പറയുന്നത് 7400. So what is 7400 × 2? It is 14,800 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതാണ് ക്യൂബോയിഡിൻ്റെ ഏരിയ. അടുത്തത് ക്യൂബിൻ്റെ ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ്. ക്യൂബിൻ്റെ ഏരിയ നോക്കാം. ക്യൂബിൻ്റെ എല്ലാ സൈഡും സെയിം ആയതുകൊണ്ട് ക്യൂബിൻ്റെ ഏരിയ നമുക്കറിയാം 6a² ആണ്. സോ വാട്ട് ഈസ് 6a²? 6 × 50². വാട്ട് ഈസ് 50²? 6 × 2500. വാട്ട് ഈസ് 6 × 2500? 15. പിന്നീട് സോ ദിസ് വിൽ ബി ദിസ് വൺ. അപ്പോൾ ഇവിടെ ഒരു 0 കൂടി ചെയ്തു. 15,000. അപ്പോൾ ഇവിടെ 15,000 സെൻറ്റിമീറ്റർ സ്ക്വയറും ഇവിടെ നമുക്ക് 14,800 സെൻറ്റിമീറ്റർ സ്ക്വയർ. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ കുറവ് മെറ്റീരിയൽ എവിടെ മതി? ക്യൂബോയിഡിന് മതി. സോ ഏതിനാണ് കുറവ് മെറ്റീരിയൽ വേണ്ടത്? ക്യൂബോയിഡ് റിക്വയർസ് അല്ലേ? ക്യൂബോയിഡിന് എന്ത് മതി? കുറച്ച് മെറ്റീരിയൽ മാത്രം മതി ക്യൂബോയിഡിന് എന്ത് ചെയ്യാൻ, നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? സോ ക്യൂബോയിഡ് റിക്വയർസ് ലെസർ മെറ്റീരിയൽ കമ്പയർഡ് ടു അവർ ക്യൂബ്. ക്ലിയർ? അപ്പോൾ രണ്ടിൻ്റെയും ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുക. ഏതാണോ കുറവ് അതാണ് ഇവിടുത്തെ ഉത്തരം. മനസ്സിലായോ? അടുത്ത ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് എ ക്യൂബോയിഡ് ഹൂസ് ബേസ് ഏരിയ ഈസ് 180 സെൻറ്റിമീറ്റർ സ്ക്വയർ ആൻഡ് വോളിയം ഈസ് 900 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ അതായത് എന്തൊക്കെ തന്നിട്ടുണ്ട്? ക്യൂബോയിഡിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ ബേസ് ഏരിയ തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ ബേസ് ഏരിയ? 180 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്തത് വോളിയം എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 900 സെൻറ്റിമീറ്റർ ക്യൂബ്. ബേസ് ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 180 ആണ് തന്നിട്ടുണ്ട്. വോളിയം എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം എന്ന് പറയുന്നത് അല്ലേ? സോ വോളിയം ഈസ് നത്തിങ് ബട്ട് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആൻഡ് ഹിയർ ബേസ് ഏരിയ ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തും ഉണ്ട്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റും ഉണ്ട്. ഇതിൽ നിന്ന് ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്തെടുത്താൽ മതി? വോളിയത്തിനെ ബേസ് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. സോ ഡിവൈഡ് വോളിയം, ദാറ്റ് ഈസ് 900 by 180, so which will give us 5 centimeters. So what is the answer for the height? It is nothing but 5 centimeters. അപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? So that is how we find out the height of a cuboid from this base area and volume. സോ ഈ ഒരു സെഷൻ മെൻസുറേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പല ഷേപ്സിൻ്റെയും ക്യൂബോയിഡും ക്യൂബിൻ്റെയും വോളിയവും അതുപോലെ തന്നെ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയയും അതുപോലെ തന്നെ ലാറ്ററൽ സർഫസ് ഏരിയയും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കി. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സിലിണ്ടർ എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്, പിന്നെ പല പോളിഗൺസിൻ്റെയും ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതും നമ്മൾ ഫോർമുല വെച്ച് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ മെൻസുറേഷനിൽ ഇന്ന് നോക്കി. ഇനിയും ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ മനോരമ ഹൊറൈസൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് കമൻ്റ് ആയിട്ട് ഇടുക. ആൻഡ് അണ്ടിൽ വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ, have a nice day. Manorama Horizon. Learning made simple.